ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന 1000 കോടിയിലധികം ആസ്തിയുള്ള ഒരു $1 ബില്യൺ സാമ്രാജ്യമാണ് ഇന്ന് അയാൾ. എന്നാൽ 40 വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗലിൻ്റെ തെരുവിൽ പട്ടിണി കിടക്കുമ്പോൾ അവനെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ്റെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് ലോകം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായം. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മദീര എന്ന ദരിദ്രമായ ദ്വീപിലാണ് അവൻ ജനിക്കുന്നത്. കുടുംബത്തിലെ 4ാമത്തെ കുട്ടി. വളർത്താൻ കാശില്ലാത്തതുകൊണ്ട് ജനിക്കുന്നതിന് മുൻപേ തന്നെ അവനെ ഇല്ലാതാക്കാൻ അവൻ്റെ അമ്മ ശ്രമിച്ചിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. മദ്യപാനിയായ അച്ഛൻ്റെയും പാചകക്കാരിയായ അമ്മയുടെയും തണലിൽ ദാരിദ്ര്യത്തോടും പട്ടിണിയോടും പോരാടിയാണ് അവൻ വളർന്നത്. സ്കൂളിൽ വെച്ച് തൻ്റെ ദാരിദ്ര്യത്തെ കളിയാക്കിയ അധ്യാപകന് നേരെ കസാര വലിച്ചെറിയുന്ന ചരിത്രമാണ് അവനുള്ളത്. തൻ്റെ 15ാം വയസ്സിൽ വലിയൊരു ദുരന്തം അവനെ തേടിയെത്തി. ഡോക്ടർമാർ അവന് റേസിംഗ് ഹാർട്ട് എന്ന വിചിത്രമായ ഒരു രോഗം സ്ഥിരീകരിച്ചു. കളിക്കുമ്പോൾ ഹൃദയം അസാധാരണമായി ഇടിച്ച് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന അവസ്ഥ. തൻ്റെ ഫുട്ബോൾ കരിയർ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ജീവനേക്കാൾ വലിയ ഫുട്ബോൾ ഭ്രാന്ത് കണ്ട് ഡോക്ടർമാർ അസാധ്യമായൊരു ലേസർ സർജറിക്ക് തയ്യാറായി. പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമ്മളിന്ന് കാണുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന CR7 ഉണ്ടാകില്ലായിരുന്നു. 2005 സെപ്റ്റംബർ 6 റൊണാൾഡോ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ആ വാർത്ത അറിയുന്നത്. അമിതമായി മദ്യം കഴിച്ച് ലിവർ കേടായി അവൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. തകർന്നുപോയ റൊണാൾഡോയോട് കോച്ച് പറഞ്ഞു, നിനക്ക് നാട്ടിലേക്ക് പോകാമെന്ന്. എന്നാൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ നാളെ കളിക്കും, എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ ജയിക്കും. അന്ന് അച്ഛൻ്റെ ശവസംസ്കാരത്തിന് പോലും പോകാതെ ബൂട്ടണിഞ്ഞ കഠിനഹൃദയനാണ് റൊണാൾഡോ. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും റയൽ മാഡ്രിഡിലും റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയ റൊണാൾഡോയെ ശാസ്ത്രലോകം വിളിക്കുന്നത് ദ സൈബോർഗ് എന്നാണ്. കാരണം തൻ്റെ 41ാം വയസ്സിലും അവൻ്റെ ശരീരത്തിന് 20-കാരൻ്റെ കായികക്ഷമതയാണ്. ദിവസം 5 തവണ കൃത്യമായ അളവിലുള്ള ഭക്ഷണം, പഞ്ചസാരയും സോഡയും പൂർണ്ണമായി ഒഴിവാക്കിയ ഡയറ്റ്, ദിവസവും 3 ലിറ്റർ വെള്ളം, വീട്ടിൽ ക്രയോതെറാപ്പി ചേംബർ വെച്ച് -160 ഡിഗ്രിയിൽ ശരീരം ഫ്രഷാക്കുന്ന റൊണാൾഡോ എന്ന മെഷീൻ ശാസ്ത്ര നിയമങ്ങളെ പോലും തിരുത്തിയെഴുതി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം, മെസ്സി വേഴ്സസ് റൊണാൾഡോ. അർജന്റീനയുടെ മാന്ത്രികന് മറുപടി ആ ഒരൊറ്റ മനുഷ്യനായിരുന്നു. 5 വമ്പൻ UCF കിരീടങ്ങൾ, 5 ബാലൻ ദിയോർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. എന്നാൽ ഗ്രൗണ്ടിന് പുറത്ത് ശരീരത്തിൽ ടാറ്റു അടിക്കാതെ സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്ന ഒരു കാരുണ്യവാനായ മനുഷ്യൻ കൂടിയാണ് അയാൾ. പലരും പറഞ്ഞു അയാൾ പ്രായമായി തീർന്നു എന്ന്. സൗദി ലീഗിലേക്ക് പോയപ്പോൾ പലരും പരിഹസിച്ചു. എന്നാൽ 2026 ചരിത്രത്തിലെ 6ാമത്തെ ലോകകപ്പ് കളിക്കാൻ അയാൾ ബൂട്ടണിയുമ്പോൾ ലോകം വീണ്ടും നിശബ്ദമാകുകയാണ്. തളർത്താൻ നോക്കിയ ദാരിദ്ര്യത്തോടും രോഗത്തോടും മരണത്തോടും പോരാടിയ ആ 41-കാരൻ്റെ അവസാന പോരാട്ടമാണിത്. ദി ലാസ്റ്റ് ഡാൻസ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഈ ഇതിഹാസ താരത്തിൻ്റെ കഥ നിങ്ങൾക്ക് തന്ന ആവേശം ചെറുതല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ലിയോണൽ മെസ്സിയുടെ ഫുൾ ലൈഫ് സ്റ്റോറിയാണ്. അതുകൊണ്ട് മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത എപ്പിസോഡിൽ കാണാം.